പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്ക് വേദഭാഗം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പോൾ വ്യക്തമായിട്ട് നമ്മുടെ കർത്താവ് ഇതിനകത്ത് പറയുവാൻ ശ്രമിക്കുന്നത് എന്താണ്? നാം ആരെയും വിധിക്കരുത്. വിധിക്കുവാൻ ഉള്ള അവകാശം അത്യുന്നതനായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നാം ആരെയൊക്കെ വിധിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ, ആ വിധി നമുക്കെതിരെ തിരിയുകയാണെന്ന് എപ്പോഴും ഓർക്കണം. അപ്പം ഇതിനകത്ത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വിധിക്കാൻ പോകരുത്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പോൾ നാം ആരെ അളക്കുവാൻ ശ്രമിക്കുന്നു, ആർക്കെതിരെ വിധിക്കുവാൻ ശ്രമിക്കുന്നു, അത് നമുക്കെതിരായിട്ട് തന്നെ തിരിയും. ഇതിനകത്ത് പറയുന്നു, സ്വന്തം കണ്ണിലെ കോലിരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുക്കുവാൻ തുനിയുന്നു. ഒരു ചോദ്യമാണ് കർത്താവ് ഇവിടെ ചോദിക്കുന്നത്. നമ്മുടെ തെറ്റുകുറ്റങ്ങളും വലിയ പാപങ്ങളും പാപ സ്വഭാവങ്ങളും ഇരിക്കെ നമ്മുടെ സഹോദരൻ്റെ കണ്ണിലെ ചെറിയൊരു കരട് എടുക്കുവാനാണ് നാം എപ്പോഴും ശ്രമിക്കുന്നത്. മാനുഷികമായിട്ട് എപ്പോഴും നാം അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, സ്വന്തം പാപങ്ങൾ നാം ആദ്യം തിരുത്തുവാൻ ശ്രമിക്കണം. അത് തിരുത്തിയില്ല എങ്കിൽ നമുക്ക് മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. പല പാപ സ്വഭാവങ്ങൾ ഉള്ളവരുണ്ട്. അവരെ യഥാസ്ഥാനപ്പെടുത്താൻ ശ്രമിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടിയന്മാർ കാണും, മറ്റ് മ്ലേച്ഛപ്രവൃത്തിയിൽ ജീവിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അങ്ങ് തള്ളുന്നതല്ല ക്രിസ്തീയ സാക്ഷ്യം. അവരെ ചേർത്ത് പിടിച്ച് കർത്താവ് അവരോടുകൂടെ വസിച്ച പോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരായ നമ്മൾ ജീവിക്കണം. അതിനായിട്ട് നമുക്ക് ശ്രമിക്കണം. അതുകൊണ്ട് നാം ആരെയും വിധിക്കരുത്. നാം കരുണ കാണിക്കണം. കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ശ്രമിക്കണം. നമ്മുടെ പാപ സ്വഭാവങ്ങളെ വിട്ടുകളയണം. ഇതെല്ലാം നാം ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ സത്യ ദൈവത്തിങ്കലേക്ക് ആനയിപ്പാനും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. യേശുവേ, ഒരു ദിവസം കൂടെ ദാനമായി തന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കണ്ണിലെ കോലെടുത്ത് കളയുവാൻ, ഞങ്ങളുടെ പാപ സ്വഭാവങ്ങൾ വിട്ടകന്ന് ജീവിപ്പാൻ, മറ്റുള്ളവരെ വിധിക്കാതെ സ്വയമായിട്ട് മാറി ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഞങ്ങളെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമെന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കായും സ്തോത്രം. ദയ കാണിച്ച് കരുണ കാണിച്ച് ജീവിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ തരണേ. എല്ലാം
യേശുവിൻ്റെ നാമത്തിൽ തന്നെ.